പുലർച്ചെ 6 മുതൽ പിണറായി വിജയന്റെ വീട്ടിൽ നടക്കുന്ന റെയ്ഡുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയ പേജുകളിൽ വരുന്നത്. പല പ്രമുഖരായ വ്യക്തികളും അതിനെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയിട്ടുണ്ട്. മിക്ക പേജുകളിലും കണ്ട ഒരു പ്രതികരണം സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് തന്നെയാണ്. അവിടെ ഒന്നും പറയാനില്ല. ആ ശരണം വിളിയിൽ അടങ്ങിയിരിക്കുകയാണ് എല്ലാം. ആ ഒരൊറ്റ ശരണം വിളിയിൽ എല്ലാം അടങ്ങിയിരിക്കണം. അത്രമാത്രം കേരള സമൂഹത്തെ മുഴുവൻ, കേരളത്തിലെ വിശ്വാസി സമൂഹത്തെ മുഴുവൻ ദ്രോഹിച്ച ഒരു സർക്കാരാണ് 10 വർഷം കേരളത്തെ ഭരിച്ചു മുടിപ്പിച്ചത്. ആ ഭരിച്ചു മുടിപ്പിച്ച് സ്വന്തം കുടുംബത്തെയും സ്വന്തം വീടിനെയും ഒക്കെ സുരക്ഷിതമാക്കാൻ ശ്രമിച്ചതിന്റെ ആ വിഴുപ്പ് ഭാണ്ഡമാണ് ഇപ്പോൾ പിണറായി വിജയന്റെ ബേക്കറി ജംഗ്ഷനിലുള്ള വീടിന് മുന്നിൽ ഇപ്പോ വെന്തുരുകുന്നത് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മരുമകനും മുൻ മന്ത്രിയുമായിരുന്ന മുഹമ്മദ് റിയാസിന്റെയും വീടുകളിൽ ഇ ഡി റെയ്ഡ് അത് രാവിലെ മുതൽ നടക്കുകയാണ്. മുഹമ്മദ് റിയാസ് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കുറിച്ചിരുന്നു. സംഘപരിവാറിന് മുന്നിൽ കുമ്പിടിൽ അവസാന ശ്വാസം വരെ പോരാടുമെന്നായിരുന്നു റെയ്ഡിന് പിന്നാലെ മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ കുറിച്ചത്. റിയാസിനെ ട്രോളി രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ രംഗത്തെത്തി. എന്ത് സേവനത്തിനായിരുന്നു കോടികൾ പ്രതിഫലമായി വാങ്ങിയത് എന്നങ്ങ് പറഞ്ഞാൽ പോരെ എന്നായിരുന്നു ശ്രീജിത്ത് പണിക്കരുടെ പ്രതികരണം. അതുകൊണ്ട് തീരാവുന്ന വളരെ നിസ്സാരപ്പെട്ട കേസാണ്. അത് ഇതുവരെ പറയാത്തത് കൊണ്ടാണ് ഇത് ഇത്രയൊക്കെ നീണ്ടുപോയത്. ഇതിനൊക്കെ ഇങ്ങനെ കുമ്പിടേണ്ട കാര്യമുണ്ടോ എന്നും ശ്രീജിത്ത് പണിക്കർ ചോദിക്കുന്നു. എന്തായാലും ശ്രീജിത്ത് പണിക്കരുടെ വാക്കുകൾ വായിക്കാം. അദ്ദേഹം ചോദിക്കുന്നത് ഇങ്ങനെയാണ്: വായിച്ചപ്പോൾ ഞാൻ കരുതിയത് ഏതോ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചാണ് എന്നാണ്. പിന്നെയാണ് മനസ്സിലായത് ഭാര്യയുടെ മാസപ്പടി കേസിനെ കുറിച്ചാണ്, അവസാന ശ്വാസത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന്. അന്വേഷണം തുടരാൻ അനുമതി കൊടുത്തത് സംഘപരിവാർ അല്ല റിയാസെ, ഹൈക്കോടതിയാണ്. ഇന്നലെ പോസ്റ്റിൽ പറയുന്ന ആ അവസാന ശ്വാസത്തിന് മുൻപ് എന്ത് സേവനത്തിനായിരുന്നു കോടികൾ പ്രതിഫലമായി വാങ്ങിയത് എന്നങ്ങ് പറഞ്ഞാൽ പോരെ? അതുകൊണ്ട് തീരാവുന്ന നിസ്സാര കേസല്ലേ ഇത്? ഇതിനൊക്കെ കുമ്പിടേണ്ട കാര്യമുണ്ടോ? തന്നെയുമല്ല, ശ്രീജിത്ത് പണിക്കരുടെ ഇന്നത്തെ മറ്റൊരു പോസ്റ്റും വളരെ രസകരമാണ്. കൈരളി ടിവിയിൽ അതിരാവിലെ ഞണ്ടിനെ പിടിക്കുന്ന വിധം ഒരു വീഡിയോ ആയിട്ട് കാണിക്കുന്നുണ്ട്. എന്നാൽ ലൈവായിട്ട് ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിൽ ഞണ്ടിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും അറിഞ്ഞില്ലേ എന്നാണ് കൈരളി ചാനലിന്റെ പ്രവർത്തകരോട് ചോദിക്കുന്ന രീതിയിൽ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കുറിച്ചത്. എന്തായാലും വളരെ വലിയ രീതിയിൽ തന്നെ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നും ഈ വിഷയത്തിന്റെ അതായത് ഈ ഇ ഡിയുടെ ഈ ഒരു റെയ്ഡ് അത് വളരെ കൃത്യമായ സമയത്ത് തന്നെയായിരുന്നു, അത് വേണ്ടത് തന്നെയായിരുന്നു എന്ന രീതിയിൽ ഈ ഭരണത്തിൽ ഒരുപാട് വിഷമിച്ച, അല്ലെങ്കിൽ ഈ ഭരണത്തിന്റെ ആ ഒരു നെറികേടുകൾ കൊണ്ട് ഒരുപാട് വേദനിച്ച ഒരു സമൂഹം പലയിടങ്ങളിലും ഇരുന്ന് പ്രതികരിക്കുന്നുണ്ട്. പ്രതികരണത്തിന് പോലും ഒരു സാധ്യതയില്ലാത്ത, അല്ലെങ്കിൽ അതിനുപോലും സാധിക്കാത്ത ഒരു കാലഘട്ടത്തിൽ നിന്നാണ് പുതിയൊരു സതീശ യുഗത്തിലേക്ക് കേരളം കടന്നത്. ആ കടന്ന ആ ഒരു സമയത്ത് തന്നെ, ആ കടന്ന ഏതാനും ദിവസങ്ങളായിട്ടുള്ളൂ, അപ്പോൾ തന്നെ ആ അവശേഷിക്കുന്ന അവശേഷിപ്പുകളെ കൂടി തൂത്ത് മാറ്റാനുള്ള ഒരു സംവിധാനം ഉണ്ടാകുന്നു എന്നത് കേരള സമൂഹത്തെ, അതുപോലെ ഈ ഒരു കൊള്ളരുതായ്മകളിൽ വേദനിച്ച ഒരു സമൂഹത്തിന് ആശ്വാസം നൽകുന്ന ഒരു നടപടി തന്നെയാണ്. റെയ്ഡ് ഇപ്പോഴും തുടരുകയാണ്. മറ്റൊരു രസകരമായ വസ്തുത എന്ന് പറഞ്ഞാൽ, റെയ്ഡ് നടക്കുമ്പോൾ പിണറായി വിജയന്റെ വാടക വീടിന് മുന്നിൽ നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ച ചില മുദ്രാവാക്യങ്ങൾ അണികൾ ഉയർത്തുന്നുണ്ട്. നരേന്ദ്രമോദി സൂക്ഷിച്ചോളൂ എന്നാണ് പറയുന്നത്. എന്നാൽ അതിന് പ്രതികരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പോസ്റ്റുകൾ വരുന്നുണ്ട്. ട്രംപ് പേടിപ്പിച്ചിട്ട് നടന്നില്ല, പിന്നെയാണ് ഈ വാടക വീട്ടിന് മുന്നിൽ കുത്തിയിരുന്ന് ഒരു അധികാരവും ഇല്ലാതിരിക്കുന്ന ഒരു സഖാവിന് വേണ്ടി ഇങ്ങനെ ജയ് വിളിക്കുന്ന, മുദ്രാവാക്യം വിളിക്കുന്ന അണികൾ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. എന്തായാലും നമുക്ക് അടുത്ത മണിക്കൂറുകളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കാണാം. വളരെ നാളുകളായി ഇങ്ങനെ കേരളം കാത്തുകൊണ്ടിരുന്ന ഒരു പര്യവസാനം ഉണ്ടാകുമോ, ഈ കൊള്ളരുതായ്മകൾക്കൊക്കെ ശരിയായ ഒരു റിസൾട്ട് ഉണ്ടാകുമോ എന്നറിയാൻ തന്നെയാണ് കേരളം ഇങ്ങനെ ഓരോ നിമിഷവും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മണ്ട്സ്.